ഇസ്രയേൽ ഇറാനെ തോൽപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ പ്രേക്ഷകരിൽ ഭൂരിഭാഗവും. പക്ഷെ ഞാൻ തിരിച്ചൊന്ന് ആലോചിക്കുക, എന്തിന് ഇറാനിലെ നിലവിലുള്ള ഭരണകൂടം വീഴണം? നമുക്ക് വേണേൽ പറയാം അവിടെ പെണ്ണുങ്ങൾക്ക് മുടി പോലും പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല, സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറയും. പക്ഷെ മറ്റൊരു തരത്തിൽ ആലോചിക്കുമ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധമുള്ള ഭരണകൂടമാണ് ഇറാനിലിരിക്കുന്നത്. അമേരിക്കയ്ക്കെതിരുമാണ്. അമേരിക്ക ഇപ്പോൾ കളിക്കുന്നൊരു ഗെയിം പ്ലാൻ അറിയാമല്ലോ. അമേരിക്ക പാകിസ്ഥാൻ്റെ പുറകിലുണ്ട്, അമേരിക്ക ഇന്ത്യ വിരുദ്ധമായ എല്ലാ ശക്തികളിലും ബംഗ്ലാദേശിൻ്റെ പുറകിൽ അമേരിക്കയുണ്ട്. ഇനി ഇറാനിലെ സർക്കാർ വീഴും. അമേരിക്കയുടെ ഒരു പാവ സർക്കാർ വന്നാൽ ആ സർക്കാർ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സിറിയ, തുർക്കി ഇതെല്ലാം അമേരിക്കയുടെ നെറ്റ്വർക്കിലാണ്. സ്വാഭാവികമായും ഇറാൻ ഇന്ത്യ വിരുദ്ധമായി മാറും. ഇറാനിലെ പെണ്ണുങ്ങൾ തലമുടി പുറത്ത് കാണിച്ചാലെന്ത്, പുറത്ത് കാണിച്ചാലെന്ത്? ഇന്ത്യയുടെ കാര്യമല്ലേ പ്രധാനം? ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഇറാനെ അനുകൂലിച്ചൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ ചോട്ടിൽ വന്നിട്ടൊരു ഹിന്ദു സംഖ്യമാണ്. എന്തിനാണ് സാർ ഇങ്ങനെ പറയുന്നത്? ഇറാൻ നമ്മുടെ കൂടെയല്ലേ, ചാബഹാർ തുറമുഖം അവർ നമുക്ക് തന്നതല്ലേ, നമ്മളുമായിട്ട് വലിയ സൗഹൃദത്തിലല്ലേ പോകുന്നത്, നമ്മൾ ഒരു പക്ഷത്ത് നിൽക്കാതെയല്ലേ പെരുമാറേണ്ടത് എന്നൊക്കെ അദ്ദേഹം ചോദിച്ചിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ മറുപടി അപ്പോൾ, അതായത് അങ്ങ് ഈ ഖമനേയിയെ ഒന്ന് അട്ടിമറിച്ച് തന്നാൽ ഞാൻ ഇറാൻ്റെ കൂടെ നിൽക്കാം. പിന്നെ ഈ ഹൂത്തികൾ, ഹമാസ് ഇങ്ങനത്തെ ഭീകര സംഘടനകൾക്കൊക്കെ ഫണ്ടും ഒക്കെ കൊടുത്തിരുന്ന ഒരു മതമൗലികവാദികളുടെ കൂടെ എനിക്ക് നിൽക്കാൻ സാധ്യമല്ല. ഇതാണ് ഞാൻ ഇറാൻ്റെ കൂടെ നിൽക്കാത്തതിന് എൻ്റെ ന്യായമായി അദ്ദേഹത്തിനോട് പറഞ്ഞു. ഈ മതമൗലികവാദി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ പഹൽഗാം ആക്രമണം ഉണ്ടായി, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു. ലോകത്തെ ഏത് രാജ്യം നമ്മളെ പിന്തുണച്ചു? അമേരിക്ക പിന്തുണച്ചില്ല. റഷ്യക്ക് സമയമില്ല, തലപൊക്കാൻ നേരമില്ല. റഷ്യയെ കുടുക്കിയിട്ടിരിക്കുക. യുക്രൈൻ വാറിൽ അമേരിക്ക കുടുക്കിയിട്ടിരിക്കുകയാണ് ലോക കാര്യങ്ങളിൽ റഷ്യ ഇടപെടാതിരിക്കാൻ വേണ്ടി. അതിൻ്റെ ഒരു പൊളിറ്റിക്സ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് അനുകൂലമായി നിലപാടെടുത്ത രണ്ട് രാജ്യങ്ങളിലുള്ളൂ. ഒന്ന് അഫ്ഗാനിസ്ഥാൻ, പിന്നെ സൗദി അറേബ്യ. അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനാണ്, പക്ഷേ ഇന്ത്യക്ക് അനുകൂലമായി നിലപാടെടുത്തു. അപ്പോൾ മതഭീകരതയുള്ള രാജ്യമാണ് അത്. ആ രാജ്യത്തെ ജനങ്ങളുടെ ഫെയ്റ്റാണ്. ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യയുടെ ക്ഷേമം, ഇന്ത്യയുടെ വെൽഫെയർ, ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു അയൽ രാജ്യത്ത് ഒരു ഭരണകൂടം ഉണ്ടാവുന്നതല്ലേ നല്ലത്. ഇനിയിപ്പം ഇറാൻ കൂടെ വീണു, ഇറാനിൽ അമേരിക്കയുടെ പിന്തുണയുള്ള ഒരു പാവ സർക്കാർ വന്നാൽ നേരത്തെ പറഞ്ഞ ബംഗ്ലാദേശ്, ഇറാൻ, തുർക്കി, സിറിയ അടക്കമുള്ള രാജ്യങ്ങളുടെ ഒരു നെറ്റ്വർക്ക് ഇന്ത്യക്കെതിരെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ സ്വാഭാവികമായും വന്ന് മലേഷ്യ പോലെയുള്ള രാജ്യങ്ങൾ അതിൽ ചേരുകയും ചെയ്യും. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് ഇറാനിൽ നിലവിലുള്ള ഭരണകൂടം തുടരുന്നതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. സുനിൽ പറഞ്ഞ ലോജിക്ക് വെച്ചാണെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇറാൻ എന്തൊരു അധ്വാനമാണ് ഈ ആണവ നിലയങ്ങളൊക്കെ പണിത്. നമ്മളൊരു ഈ ലഡ്ഡു ഒക്കെ കൊടുക്കുന്ന പോലെ ഒരു 4 അണുബോംബ് ഉണ്ടാക്കി ഒരു പെട്ടിയിലിട്ട് അങ്ങോട്ട് കൊടുത്താൽ പോരെ, പരമസ്വകാര്യം. ഞാൻ അതല്ല ചോദിക്കുന്നത്, അത് മറ്റൊരു കാര്യമാണ് സാർ. അതല്ല, അതിനുള്ള മറുപടി ഇതല്ല. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ ഇപ്പം നമ്മുടെ അയ്യപ്പനും കോശി സിനിമയില്ലേ, അയ്യപ്പനും കോശി സിനിമയ്ക്കകത്ത് ബിജു മേനോൻ്റെ കഥാപാത്രവും മറ്റേ അവനും കൂടെ അടിയുണ്ടാക്കുമ്പോൾ പൃഥ്വിരാജ് ഇടപെടാൻ പോകുമ്പോൾ ആ ഡ്രൈവർ പിടിച്ചിട്ട് പോകും, നിൽക്ക്, ഇതിൽ നമ്മളില്ല. അതല്ലേ ശരി? ഇതിൽ നമ്മളില്ല. ഇന്ത്യയുടെ നിലപാട് ഈ യുദ്ധത്തിൽ എന്താണ്? നമ്മൾ രണ്ടു ഭാഗത്തും അല്ല, നമ്മൾ ഈ ആവേശം കൊള്ളുന്ന ഇസ്രയേൽ ഓപ്പറേഷൻ പഹൽഗാം നടന്നപ്പോൾ, അല്ല ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ എന്ത് സഹായം തന്നു നമുക്ക്? ആരാ? ഇസ്രയേൽ നമ്മളെ സഹായിച്ചിട്ടുള്ള എത്രയോ നമ്മുടെ ഒരു മുൻകാലങ്ങളല്ല, നമ്മൾ സമീപകാലത്ത് ഒരു വാർ ഫേസ് ചെയ്തപ്പോൾ ഒരു അനുകൂല സ്റ്റേറ്റ്മെന്റ് പോലും ഇസ്രയേലിന്റെ ഭാഗത്ത് വന്നില്ല. നമ്മളോട് ഇസ്രയേൽ ഇത്തവണ മറ്റേ നേരിട്ട് സഹായിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ പരോക്ഷമായ സഹായങ്ങൾ ആ യുദ്ധ സമയത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ധാരണ. അല്ല, നമ്മൾ തിരിച്ചും ചെയ്തിട്ടുണ്ട്. ഇന്നലെ പോലും ഗാസയിലെ യുദ്ധം നിർത്തണമെന്നുള്ള പ്രമേയം വന്നപ്പോൾ 132 രാജ്യങ്ങളോ മറ്റോ യുദ്ധം നിർത്തണമെന്ന് വോട്ട് ചെയ്തു. അമേരിക്ക അടക്കം 10 രാജ്യങ്ങൾ എതിർത്ത് ചെയ്തു. ഇന്ത്യ രണ്ടു പക്ഷത്തുമില്ലാതെ ന്യൂട്രൽ നിലപാടെടുത്തു. നമുക്ക് എന്നും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്ത് തന്നെയാണ് ഇസ്രയേൽ. ആയിരിക്കാം. അത് ഒന്നാമത് സിവിലൈസേഷണൽ നേഷൻസ് എന്ന് പറയുന്നത് അവർ പണ്ടത്തെ സംസ്കാരവും കാര്യങ്ങളും ഒക്കെ പറയുന്നത് പോലെ തന്നെ
തന്നെ അവരുടെ ഒരു ഗോത്രം തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റിലും ഒക്കെ വന്ന് പാർക്കുന്നുണ്ട് എന്നൊക്കെ അല്ല, വിശ്വസിക്കുന്ന ഇസ്രയേലിനുള്ള ആഭിമുഖ്യം എനിക്കുമുണ്ട്. എനിക്ക് ജൂതന്മാരോട് താല്പര്യമുണ്ട്. നമ്മൾ ഇസ്രയേലിന് വേണ്ടി സംസാരിക്കുന്നവരാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ നടക്കുന്നത് പോലെ ഇറാനിലെ ഒരു റിജീം ചേഞ്ച് വന്നാൽ അത് ജിയോ പൊളിറ്റിക്കലി ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ? ഒരു സംശയം എനിക്ക് ആ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ 1979 ഈ പുറത്താക്കി പൽബി ഷായെ പുറത്താക്കുകയാണല്ലോ. ഷായുടെ കാലത്ത് നമുക്ക് എന്താണ് പ്രയാസം ഉണ്ടായിരുന്നത്? ഇറാനുമായിട്ട് നല്ല ബന്ധമൊക്കെ തന്നെയാണ്. നമ്മൾ ഈ മതമൗലികവാദി ആയിട്ടുള്ള ഒരു മറ്റേ ഭരണകൂടത്തിൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം എന്നാണല്ലോ നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹു പറയുന്നു ജനങ്ങളോട്. ജനങ്ങളുടെയും താല്പര്യം അത് തന്നെയാണെന്ന്. അവിടെ ഇപ്പൊ ഇയാൾ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ജിഹാദിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവരൊക്കെ എഞ്ചിനീയർമാരും ആണവശാസ്ത്രജ്ഞന്മാരും ഒക്കെയാണ് 10-12 എണ്ണം. പക്ഷെ എല്ലായിടത്തും എല്ലാ കോളേജിലും പഠിപ്പിക്കുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും EMS പണ്ട് ദേശാഭിമാനിയിൽ ലേഖനം എഴുതുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ലേഖനം എന്തിനെ പറ്റി ആയിക്കോട്ടെ, ബുർക്കിന ഫാസോയെ പറ്റി ആയിക്കോട്ടെ, ലേഖനം ഏറ്റവും അവസാനം പറയുന്നത് അതുകൊണ്ട് ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങൾ ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് പോലെ ഈ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചാലും ഈ ജിഹാദി ഭരണത്തിൽ അവസാനം പറയുന്നത് അതുകൊണ്ട് നീ കാഫറിനെ കൊല്ലണം. പക്ഷെ ഞാൻ അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പം ഞാനിതൊരു ഒരു സംവാദത്തിന് വേണ്ടി എടുക്കുന്ന വിഷയമാണല്ലോ. നമ്മുടെ രണ്ടുപേരുടെയും ചിന്തകൾ ഏതാണ്ട് സമാനമാണെന്ന് പ്രേക്ഷകർക്കും അറിയാം. നമ്മൾ ചിന്തയിലും അഭിപ്രായത്തിലൊന്നും മാറ്റം വന്നില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അമേരിക്കൻ പാവ ഭരണകൂടം ബംഗ്ലാദേശിൽ വന്നല്ലോ, പാകിസ്ഥാനിലാണല്ലോ, ഇതൊന്നും നമുക്ക് ഗുണം ചെയ്തിട്ടില്ല. ഇപ്പോൾ അമേരിക്കയ്ക്ക് സ്വാധീനമില്ലാത്ത ഒരു സർക്കാർ അഫ്ഗാനിസ്ഥാനിലുണ്ട്, താലിബാൻ്റെ. അവരിൽ നിന്നുണ്ടാവുന്ന ഗുണം പോലും പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ നമുക്ക് കിട്ടുന്നില്ല. അല്ല, ഇറാനിൽ വെറുതെ അമേരിക്കയുടെ ഒരു പാവ ഭരണകൂടം, ഒന്നാമത് ഈ അമേരിക്കയെ പറ്റി ആ സിറിയയിലെ അൽഖേദക്കാരനൊക്കെ അംഗീകരിച്ച് കൂടെ കൊണ്ട് നടക്കുകയാണ്. അതെ, അമേരിക്ക നോക്കൂ, സിറിയയിൽ അസദിനെ പുറത്താക്കിയിട്ട് കൊടും ഭീകരന്മാരെ അമേരിക്ക അംഗീകരിച്ചു. ട്രംപ് മതമൗലികവാദികളെ എത്രയോ കാലമായിട്ട് എവിടെയൊക്കെയോ കൊണ്ടു നടന്നിട്ടാണല്ലോ സെപ്റ്റംബർ 11 ട്വിൻ ടവർ തകരുന്ന. ഇന്ദിരാഗാന്ധി പണ്ട് ബിന്ദ്രൻ വാലയെ തോളത്ത് കൊണ്ട് നടന്നിട്ടാണല്ലോ ബിന്ദ്രൻ വാല ഭീകരനായിട്ടുണ്ടായത്. എക്സാക്ട്ലി, ഞാൻ ആ പോയിന്റാണ് പറയുന്നത്. ആ ട്രംപ് എന്ന് പറയുമ്പോൾ ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഇസ്ലാമിക ഫണ്ടമെന്റലിസത്തോട് സമരസപ്പെട്ടു പോവുകയാണ്. ട്രംപിൻ്റെ നിലപാട് മാറി. അങ്ങനെ വരുമ്പോൾ ഇറാനിലും ട്രംപിന് സ്വാധീനമുള്ളൊരു സർക്കാർ വന്നാൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ? ഞാൻ പറയുന്ന അവിടെ ഇനി ഒരു ജനാധിപത്യ ഭരണകൂടം വന്നാലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ വ്യത്യാസം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ G7 ഇങ്ങനത്തെ പല സഖ്യരാഷ്ട്രങ്ങളും ഉണ്ടല്ലോ. ഈ സഖ്യത്തിൽ വരാനായിട്ടൊരു കാൻഡിഡേറ്റ് മെമ്പറായിട്ട് നിൽക്കുന്ന സ്ഥലം തന്നെയാണ് ഇറാൻ. നമ്മുടെ സഖ്യത്തിൽ നിന്ന് അവർ പുറത്തു പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോറിഡോർ ഇറാനിലേക്കൊക്കെ പോകുന്നത്. ചാബഹാർ തുറമുഖം, ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം പറഞ്ഞില്ലേ, ചാബഹാർ തുറമുഖം നമ്മൾ അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ലാൻഡ് ലോക്ക്ഡാണ് അഫ്ഗാനിസ്ഥാൻ. അവർക്ക് കടൽ വഴിയൊന്നും അല്ല. അഫ്ഗാനിസ്ഥാനെ നമ്മൾ സഹായിക്കുന്നത് നമുക്ക് മോക്ഷം കിട്ടാനൊന്നുമല്ല. അതല്ല, ഈ യുദ്ധത്തിൻ്റെ അകത്ത് നമ്മൾ പക്ഷം പിടിക്കുന്നില്ല എന്ന് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് ഇടപെടുന്നില്ല, നമ്മൾ മധ്യസ്ഥതയ്ക്കും പോകാൻ പോകുന്നില്ല. പക്ഷെ മോദി പറഞ്ഞിട്ടുണ്ട്, മോദി അത് എപ്പോഴും പറയുമല്ലോ, യുദ്ധം ഒരു കാര്യത്തിനും പരിഹാരമല്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇറാന്റെ കാര്യത്തിൽ നമുക്കൊരു അതൃപ്തിയുണ്ട്. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനോടൊപ്പം ഇറാൻ വർത്തമാനം പറഞ്ഞു. ഖമനേയി, ഇറാൻ അല്ലെങ്കിലും ഖമനേയി വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഖമനേയി കശ്മീരിന് അനുകൂലമായിട്ട് നിന്നിട്ടുണ്ട്. പാകിസ്ഥാൻ അനുകൂലമായി, പാകിസ്ഥാൻ അനുകൂലമായിട്ട് കശ്മീർ വിഷയത്തിൽ തുർക്കി, അസർബൈജാൻ, ഇറാൻ ഇങ്ങനെ 3-4 രാജ്യങ്ങളെ ഈ കശ്മീരിലെ ഭീകരവാദികൾക്ക് വേണ്ടി നിലകൊള്ളുന്നുള്ളൂ. എങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ കാഫിറുകൾ നശിക്കണം എന്ന് പറയുന്ന ഒരു മൗലികവാദി, അയാൾക്ക് എത്ര നന്മയുണ്ടെങ്കിലും ഞാൻ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് ഖമനയെ പുറത്താക്കി തന്നാൽ അവിടെ ഏത് പിശാചിനെ വെച്ചാലും ഞാൻ അനുകൂലിക്കാൻ തയ്യാറാണ്. അല്ല, ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലെ വ്യാപകമായ ഒരു എതിർ ചർച്ച നടക്കുന്നുണ്ട്. എന്തിന് ഇറാനെതിരെ നമ്മൾ ഇത്രയും വർത്തമാനം പറയണം? ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പാവ, ഇറാനിലെ സർക്കാരിനെ എന്തിനു വേണ്ടി നമ്മൾ ഇങ്ങനെ സംസാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജനാധിപത്യം ഇല്ല. അതിന് മറുചോദ്യം വരുന്നു, ഇറാനിലെ പെണ്ണുങ്ങൾ തലമുടി മറച്ചാലും മറച്ചില്ലെങ്കിലും ഇന്ത്യക്കാരൻ എന്താ? അതല്ല, അവിടെ ഒരു
തലമുടി മറച്ചില്ല എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ കൊണ്ടുപോയി ആ. കൊന്നു കളഞ്ഞതൊക്കെ അതെ അതെ വലിയ അമ്നിയെ കഴിഞ്ഞ കൊല്ലം 2024 33 സ്ത്രീകളെ തൂക്കിലിട്ടു തൂക്കിക്കൊന്നിരിക്കുന്നവിടെ. തൂക്കിലിട്ടു കണക്ക് വന്നിട്ടുണ്ട്. ആ അതില് പ്രായമാകാത്ത 18 വയസ്സിൽ താഴെയുള്ള 17 പേരുണ്ട്. അങ്ങനെ പ്രായം കുറഞ്ഞവരൊക്കെ ഉണ്ട്. സ്ത്രീകളെ പോലും അബലകളാണല്ലോ പൊതുവെ സ്ത്രീകൾ. അവർ പിന്നാക്ക സമുദായങ്ങളിൽപ്പെട്ടവരെ പോലെ തന്നെയാണല്ലോ സ്ത്രീകൾ. അതൊരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടാണെന്ന് പണ്ട് കർപ്പൂരി ടാക്കർ കണ്ടുപിടിച്ചാണല്ലോ സംവരണം കൊടുക്കാം. സ്ത്രീയാണെങ്കിൽ സംവരണം കൊടുക്കാം എന്ന് തീരുമാനിച്ചാണല്ലോ. മറ്റേ സ്വരാജ് പറഞ്ഞ പോലെയല്ല, ഇസ്ലാം ആണെങ്കിൽ അവരുടേതാണ് എല്ലാം അവകാശികൾ എന്ന് പറയുന്ന പോലെയല്ല. മൻമോഹൻ സിംഗ്, രാഹുൽ ഗാന്ധി അത് പറഞ്ഞു, ആദ്യത്തെ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു. ഇതുപോലെ സ്വരാജ് പറയുന്ന പോലെയോ മറ്റേതുപോലെയോ അല്ല. അപ്പം അതുകൊണ്ട് സ്ത്രീകൾക്ക് പോലും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സ്ഥലം. അവിടെ നാട്ടുകാർ ഇയാളെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്, ഇപ്പം ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണല്ലോ, പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഖമനയെ പുറത്താക്കിയിട്ടേ യുദ്ധം നിർത്തുന്നുള്ളൂ. ഇപ്പോൾ ബെഗിൻ ഡോക്ടർ എന്ന് പറഞ്ഞ സംഗതിയാണല്ലോ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോ അയാൾ പുറത്തു പോയ ശേഷമേ നിർത്തുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഇനിയിപ്പോ വൈദ്യുതി ഇല്ലാതെയും ഗ്യാസ് ഇല്ലാതെയും അവിടെ ഈ തേങ്ങയുടെ മടലൊക്കെ വെച്ചിട്ട് ചൂടാക്കേണ്ടി വരില്ല ഇനി ചായയും കാപ്പിയൊക്കെ തെങ്ങുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനത്തെ ഏതെങ്കിലും മരത്തിന്റെ ഒക്കെ പറിച്ചെടുക്കാമല്ലോ. ഈ അവസ്ഥയിൽ അവര് അവിടെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പാഴ്സ് എന്നൊക്കെ പറഞ്ഞ എണ്ണപ്പാടമൊക്കെ ഊർജ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുന്നത്. ഇങ്ങനെ ഈ കാഫറുകളെ കൊല്ലണം, അതായത് വേറെ ഒരാളും ഈ ലോകത്ത് വേണ്ട, നമ്മൾ മതി എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം ലോകത്ത് ഒരു സ്ഥലത്ത് നിന്നിട്ടില്ല. അതാണ് ഹിറ്റ്ലർ പോയത്. ബാക്കി നമ്മൾ കാണുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഓരോ തുള്ളി ഹിറ്റ്ലർമാരാണ്. ഈ ഗമനയും അതെ, ഗമനി ഹിറ്റ്ലർ എന്ന് പറഞ്ഞ പോലെ ഒരു തുള്ളി ഹിറ്റ്ലറാണ് അയാൾ. അങ്ങനത്തെ ആളുകൾക്ക് പറ്റിയ സ്ഥലമല്ല ഇന്നത്തെ ലോകം, ഈ ഡിജിറ്റൽ ലോകം. അപ്പോ രാമേന്ദ്രൻ സാറ് പറയുന്നത് ഖമനയി വീഴണം, സുനിൽ പറയുന്നത് ഖമനയി തുടരണം, ഇറാനുമായിട്ട് അപ്പോഴേ സൗഹൃദം ഉണ്ടാവും എന്നാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ കാര്യം നോക്കിയാൽ പോരെ, അവിടെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറയുന്ന ഒരു വിഭാഗം പതുക്കെ സോഷ്യൽ മീഡിയയിൽ എമർജ് ചെയ്ത് വരുന്നുണ്ട്. അവരുടെ വാദഗതികളാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊല്ലപ്പെട്ട സുലൈമാനിയുടെ പേരിലുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ ഒന്നാന്തരമായിട്ട് ഇസ്രയേലിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്തായാലും ഇറാൻ കൊള്ളാം. ഈ താടിനെയൊക്കെ വെട്ടിച്ചിട്ട് അവിടെ കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഇപ്പം നമുക്ക് പ്രശ്നം വരുന്നുണ്ട് ഈ യുദ്ധം കാരണം. നമ്മൾ ഈ എണ്ണ കച്ചവടം ചെയ്തിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കി, ഇൻഫ്രാസ്ട്രക്ചർ അതൊന്ന്. 2 ആയുധങ്ങൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഈ പൈസയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കിനി എന്താണെന്ന് വെച്ചാൽ എണ്ണയുടെ വില ഒരു 5-6 മാസത്തേക്ക് ഭയങ്കരമായിട്ട് കുടിച്ച് കയറും. നമ്മൾ ഈ ഹൈപ്പർസോണിക് മിസൈലിന് ടെൻഡർ വിളിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ മിസൈലിൻ്റെ ഭാഗങ്ങൾക്ക്. അങ്ങനെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും വേറൊരു പാഠമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അയൺ ഡോം, ഡേവിഡ് സ്ലിങ്, ആരോ, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൽ പലയിടത്തും വീഴുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ പാകിസ്ഥാൻ അയച്ച ഒരു സാധനവും രാജസ്ഥാനിലോ പഞ്ചാബിലോ ഗുജറാത്തിലോ ഒന്നും വീണ് നമ്മുടെ ഒരു ഗ്രാമങ്ങൾക്കോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അമേരിക്കയുടെ സാധനം വെച്ച് കളിക്കുന്ന ഇസ്രായേലിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മുടെ ആകാശ പ്രതിരോധം. അക്കാര്യത്തിൽ സംശയമേ ഇല്ല. കാരണം ഇന്ത്യ ഭയങ്കര ആദരവോടുകൂടിയാണ് ഇപ്പോൾ ലോകത്ത് നിൽക്കുന്നത്. കാരണം ഇവരുടെ കയ്യിൽ ഇത്രയും സംഗതി, അത് നമ്മൾ മാത്രം വികസിപ്പിച്ച സാധനങ്ങൾ കൊണ്ട് നമ്മൾ പിടിച്ചു നിന്നു എന്ന് മാത്രമല്ല, ആയുധ വിപണിയിൽ വലിയ സ്ഥാനമാണ്, ക്രെഡിബിലിറ്റി വന്നു. നമ്മുടെ ആയുധങ്ങൾ ഗംഭീരമാണ്. ഇതുപോലത്തെ ചില ആയുധങ്ങൾ തന്നെ ഇല്ലിപ്പോ. ഈ താഴ്ന്നു പറക്കുന്നതും ഭൂമിയോട് നന്നായിട്ട് പറക്കുന്നതും ഒക്കെ ആയിട്ടുള്ള മിസൈലുകളും ഒക്കെ, അസ്ത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഇപ്പം ഒരുപാട് ആളുകൾ നമുക്ക് സത്യത്തിൽ പണിത് കൊടുക്കാൻ മാത്രം HALന് ശേഷിയോ സൗകര്യമോ ഒന്നുമില്ല, പോരാത്ത അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതെ, അത് എന്താ പറയുന്നത്, ഈ യുദ്ധത്തിൽ ഇപ്പോൾ നമ്മൾ റഷ്യ S-400 വെച്ചിരിക്കുന്ന റഷ്യക്കിട്ട് അകത്ത് കയറി പണിയാണ് ഉക്രൈൻ. ഇസ്രയേലിന് ഇത്രയും സംവിധാനം താട് വരെ അമേരിക്ക കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിൽ വന്ന് പതിച്ച് വലിയ നാശനഷ്ടം ഉണ്ടാകുന്നു, കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു. ഹജ് കാസിം എന്ന് പറഞ്ഞ മിസൈലാണ്
ഇസ്രയേലിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 2020 ഇത് ബാലിസ്റ്റിക് മിസൈലാണ്. 2020 അമേരിക്ക കൊന്നല്ലോ ഡ്രോൺ അയച്ചിട്ട് സുലൈമാനിയെ, IRGC ഖുസ് ഫോഴ്സിന്റെ ചീഫ്, അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ട് ഉണ്ടാക്കിയ മിസൈലാണ്. അതാണ് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട്. അതായത് അമേരിക്കയുടെ താട് കൊണ്ട് വെച്ചിട്ട് പോലും അവൻ അവിടെ വന്ന് വീണു. അപ്പോഴാണ് ഇന്ത്യ അവിടെ നിൽക്കുന്നു. ഇന്ത്യയെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി എവിടെയാണ് കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുന്നത് മനസ്സിലാവുന്നത്. ഇവിടെ ഈ പപ്പുവിനും കൂട്ടർക്കൊന്നും മനസ്സിലാവത്തില്ല. ഏതായാലും യുദ്ധം വന്നപ്പോൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം എത്ര മഹത്തരമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. അപ്പോൾ ഇറാനും ഇസ്രയേലും അടിച്ചു തീർക്കട്ടെ. നമ്മൾ ഈ കളിയിൽ നമ്മൾ കക്ഷികളല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.